ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ +1 മാർക്കിൻ്റെ റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് +1 520 514 മാർക്കുണ്ട്. ഇതിൽ 4 മാർക്ക് ഇംഗ്ലീഷിനും പോയി, 2 മാർക്ക് കെമിസ്ട്രിക്കും പോയി. ഇംഗ്ലീഷിന് പോയത് എനിക്ക് കുറച്ച് ഡൗട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ റിവാലുവേഷന് കൊടുത്തിരിക്കുവാണ്. റിവാലുവേഷൻ്റെ മാർക്ക് വന്നതിന് ശേഷം ഇമ്പ്രൂവ്മെൻറ്റ് എഴുതണോ വേണ്ടായോ എന്ന് അന്നേരം തീരുമാനിക്കാം. നമുക്ക് ഫസ്റ്റ് മാർക്കിലോട്ട് ഞാൻ പറയാം. ഞാൻ മാർക്ക് ഇവിടെ കാണിക്കാവേ. ഇംഗ്ലീഷിന് 196 മാർക്ക്, 4 മാർക്കാണ് ഇംഗ്ലീഷിന് പോയത്. പക്ഷെ അതെങ്ങനെ പോയെന്ന് എനിക്ക് അറിയത്തില്ല, നോക്കാം. റീവാലുവേഷന് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഹിന്ദിയാണ്. ഹിന്ദിയിൽ 100 മാർക്കുണ്ട്. പിന്നെ ഫിസിക്സ് ആണ്. ഫിസിക്സിന് 80 മാർക്ക് തന്നെയുണ്ട്. ഫിസിക്സൊക്കെ ഭയങ്കര എളുപ്പമായിരുന്നു. ഹിന്ദി പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് അല്ലേ, അത്യാവശ്യം എല്ലാവർക്കും ഫുള്ളുണ്ട് ഹിന്ദിക്ക്. പിന്നെ കെമിസ്ട്രിയാണ്. കെമിസ്ട്രിക്ക് 2 മാർക്ക് പോയിരിക്കുന്നു. അത് റീവാലുവേഷന് കൊടുത്തിട്ടുണ്ട്. അതും എങ്ങനെ പോയെന്ന് എനിക്ക് അറിയത്തില്ല, നോക്കാം. ഫോട്ടോ കോപ്പിയും പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് കിട്ടും. ഇനി ബയോളജിക്ക് 80 മാർക്ക് തന്നെയുണ്ട്. അതെനിക്ക് ഉറപ്പായിരുന്നു ബയോളജിക്ക് കിട്ടുമെന്ന്. മാത്സിനും 80 മാർക്ക് തന്നെയുണ്ട്. അതും കൺഫേം ആയിരുന്നു, കാരണം അത്യാവശ്യം എളുപ്പമുള്ള പേപ്പർ തന്നെയായിരുന്നു. ബയോളജി ആയാലും മാത്സ് ആയാലും ഹിന്ദി ആയാലും ഫിസിക്സ് ആയാലും. ഇംഗ്ലീഷും അത്യാവശ്യം എളുപ്പം തന്നെയായിരുന്നു. കെമിസ്ട്രി ആയിരുന്നു കുറച്ച് ഈ വർഷം ടഫായിട്ട് കുറച്ച് വന്നത്. സോ എനിക്ക് കെമിസ്ട്രി മാത്രമേ കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം കെമിസ്ട്രിയിൽ നിന്ന് 2 മാർക്കും പോയി, ഇംഗ്ലീഷിൽ നിന്ന് 4 മാർക്കും പോയി. എൻ്റെ ഒപ്പീനിയൻ വെച്ച് അത്യാവശ്യം നല്ല മാർക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ എത്രത്തോളം മാക്സിമം +1 ഒബ്റ്റെയിൻ ചെയ്യുന്നു അത്രയും നമുക്ക് ബെനിഫിറ്റാണ് +2 വരുമ്പോൾ. കാരണം +1 മാർക്ക് +2 ആഡ് ചെയ്യുമല്ലോ മാർക്ക് ഷീറ്റിൻ്റെ അകത്ത്. അപ്പോൾ മാക്സിമം +1 എത്ര മാർക്ക് മേടിക്കുക അത്രയും മാർക്ക് മേടിച്ച് വെക്കുക. കാരണം +2 നമ്മൾ വിചാരിക്കുന്ന കൂട്ടല്ല. എനിക്കിതൊരു എക്സ്പീരിയൻസ് ആയിട്ടില്ല, ഞാനിപ്പോൾ +2 കയറിയതേ ഉള്ളൂ. എങ്കിലും സീനിയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് അവർ പറയുന്നത് +2 അത്യാവശ്യം പാടാണ്. സോ നിങ്ങൾ +1 എത്രത്തോളം മാർക്ക് മേടിക്കാൻ പറ്റുമോ അത്രത്തോളം മാർക്ക് മേടിച്ച് വെക്കാം. ഇപ്പം A+ പോവുകയാണെങ്കിൽ, ഇപ്പം 514 മാർക്കുണ്ടല്ലോ, ഇപ്പം +1 എനിക്ക് +2 എനിക്ക് A+ പോവുകയാണെങ്കിൽ, +1 മീൻസ് അത്യാവശ്യം മാർക്ക് ഞാൻ +2 മേടിക്കുകയാണെങ്കിൽ, +1 ഇപ്പോൾ A+ ഉള്ളതുകൊണ്ട് +2 A+ കിട്ടാൻ പ്രോബബിലിറ്റി കൂടുതലാണ്. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് +1 അത്യാവശ്യം മാർക്ക് മേടിക്കണമെന്ന്. ഇനി ഇതിപ്പം റീവാലുവേഷന് കൊടുത്തിട്ടുണ്ട്. ഒരു പേപ്പറിന് 500 രൂപ വെച്ചാണ് റീവാലുവേഷൻ. അങ്ങനെ 2 പേപ്പറിന് 1000 രൂപ പേ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ്. ഞാൻ ഇപ്പോൾ റിസൾട്ടിൻ്റെ ഫുൾ ഇവിടെ കൊടുത്തേക്കാം. ഇതാണ് റിസൾട്ട്. അത്യാവശ്യം നല്ല മാർക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഫിസിക്സ് പറയുവാണെങ്കിൽ, ഫിസിക്സിൻ്റെ ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രത്യേകത ന്യൂമറിക്കൽസ് 2 മാത്രമുള്ളായിരുന്നു, ബാക്കി എല്ലാം തിയറി ആയിരുന്നു. അത്യാവശ്യം തിയറി പഠിച്ചവർക്കെല്ലാം ഫുള്ള് കിട്ടിയിട്ടുണ്ട്. കാരണം ന്യൂമറിക്കൽസ് 2 ചോദിച്ചുള്ളൂ. ന്യൂമറിക്കൽസ് പഠിച്ചവർ ആർക്കൊന്നും പറ്റില്ല, കാരണം അവരെ കഷ്ടപ്പെട്ട് ന്യൂമറിക്കൽസ് എല്ലാം പഠിച്ചിട്ട് ആകെ 2 ക്വസ്റ്റ്യനെ ഫിസിക്സ് ചോദിച്ചിട്ടുള്ളൂ. അതാണ് ഫിസിക്സിൻ്റെ അവിടെ ഒരു കളി അതാണ് നടന്നത്. ഇംഗ്ലീഷ് ഭയങ്കര സിമ്പിളായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് ഗ്രാമർ പോർഷൻ നോക്കുമ്പോൾ ഭയങ്കര സിമ്പിളായിരുന്നു. അതായത് ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് എന്തായാലും ആ ഗ്രാമർ എഴുതാം. അത്ര സിമ്പിളായിരുന്നു ഗ്രാമർ പോർഷൻ ഇംഗ്ലീഷിന്. ബാക്കിയെല്ലാം ചെക്ക് ചെയ്യുന്ന ടീച്ചറിൻ്റെ അത് വെച്ചിരിക്കുമല്ലോ, നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ കെമിസ്ട്രി ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നതിൽ നിന്ന് എൻ്റെ ഡിഫറെൻ്റ് ആയിട്ട് വന്നത് കെമിസ്ട്രി ആയിരുന്നു. കെമിസ്ട്രിക്ക് പെട്ടെന്നൊരു പാറ്റേൺ മാറിയതുപോലെ നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും സിലബസ് എല്ലാം സെയിം അത് തന്നെയാണ്. ടെക്സ്റ്റിൽ നിന്ന് വെളിയിൽ നിന്നായിട്ട് ഒന്നും ചോദിച്ചിട്ടില്ല, എല്ലാം ടെക്സ്റ്റിൽ നിന്ന് തന്നെയാണ് ചോദിച്ചത്. പക്ഷെ പെട്ടെന്ന് ആ പാറ്റേൺ മാറിയപ്പം എന്തോ ഒരു ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്നു നമുക്ക്. പിന്നെ ബയോളജി പറയുകയാണെങ്കിൽ ബോട്ടണി ഭയങ്കര സിമ്പിളായിരുന്നു. സുവോളജി ആയിരുന്നു. സുവോളജീൻ്റെ സെക്കൻഡ് പോർഷൻ ഉണ്ടല്ലോ, അവിടുന്ന് നമുക്ക് ഇത്ര എണ്ണം എഴുതുന്നത്, ഇപ്പം 9 ഉണ്ടെങ്കിൽ 8 മസ്റ്റായിട്ട് എഴുതണം. ആ പോർഷനിൽ നിന്ന് 2-3 ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത്യാവശ്യം ടഫായിരുന്നു. എനിക്ക് സിമ്പിളായിരുന്നു, കാരണം ഞാൻ ടെക്സ്റ്റ് വായിച്ചായിരുന്നു. ടെക്സ്റ്റ് വായിച്ചതിൻ്റെ അകത്തു നിന്നാണ് ആ ചോദ്യങ്ങൾ ഇട്ടിരിക്കുന്നത്. അപ്പം ആ ചോദ്യങ്ങൾ അത്യാവശ്യം ടഫായിരുന്നു. അങ്ങനെയാണ് ബയോളജിക്ക് കുറച്ച് പേർക്ക് മാർക്ക് പോയിട്ടുള്ളത്. പിന്നെ മാത്സ് ഓഫ് കോഴ്സ് കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും ടഫുള്ള സബ്ജക്റ്റ് മാത്സ് ആയിരുന്നു. ബട്ട് ഈ പ്രാവശ്യം ഏറ്റവും സിമ്പിളായിട്ടുള്ള സബ്ജക്റ്റ് മാത്സ് ആയിരുന്നു. നമ്മൾ അത്യാവശ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും വർക്കൗട്ടും ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസും എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്സിന് ഫുൾ ഔട്ട് ഓഫ് ഫുള്ള് തന്നെ കിട്ടും. പിന്നെ ഇംഗ്ലീഷ് നമുക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം ചെക്ക് ചെയ്യുന്ന ടീച്ചറിൻ്റെ അത് വെച്ചും
നമ്മൾ അന്നേരം എന്താണോ എഴുതിയത് അത് വെച്ചിരിക്കും ഇംഗ്ലീഷിൻ്റെ മാർക്ക്. സോ അത്യാവശ്യം ഓവറോൾ നല്ലൊരു മാർക്ക് തന്നെയാണ്. ഇനി നിങ്ങളുടെ മാർക്കെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. ഇതൊക്കെയാണ് എൻ്റെ മാർക്ക്. സോ എന്തായാലും നിങ്ങളുടെ മാർക്ക് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. എനിക്കെന്തായാലും അത്യാവശ്യം നല്ല മാർക്ക് തന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നിങ്ങളുടെ മാർക്കെല്ലാം കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, ബൈ ബൈ, തരാ.